ഇപ്പം നൻപകലിന് നേരത്തെ മയക്കം എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയുമ്പോൾ അവിടെ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട് തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ. അത് ചിലപ്പോൾ നേരെ തിരിച്ചായിരുന്നെങ്കിൽ തിയേറ്ററിൽ വന്നിട്ട് ഫെസ്റ്റിവൽ വരുന്നെങ്കിൽ അതിന് ഇനിയും കുറെ കൂടെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന് കുറച്ചുകൂടെ ഒരു ആൻറ്റിസിപ്പേറ്റിംഗ് ഫാക്ടർ കൂടും. അതല്ല, നമുക്ക് സിനിമ എപ്പോഴും വിജയിപ്പിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് നമ്മൾ ഈ വിചാരിക്കുന്ന മനുഷ്യരൊന്നും അല്ല. അവരൊക്കെ മിക്കവാറും ഏത് സിനിമകൾ വന്നാലും ഒന്ന് കണ്ടു നോക്കും, മോശം അഭിപ്രായം വന്നാലും കണ്ടു നോക്കുന്ന മൂവി ബഫായിട്ടുള്ള ആൾക്കാർ. അതല്ലാതെ ഞങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഞങ്ങൾക്ക് ഒരു വാല്യൂ വേണം, ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഫീലിങ്സ് ഞങ്ങളുടെ ഉള്ളിൽ വർക്കാവുന്ന സിനിമകളാണ് അവർ കാണുന്നത്. ആവേശം വരുമ്പം ഓടിപ്പോയി കാണുന്ന കൂട്ടത്തോടെ കാണുന്ന മനുഷ്യർ, അല്ലെങ്കിൽ ഗുരുവായൂരമ്പലം നടയിൽ കണ്ടവർ, RDX കണ്ടവർ, പ്രേമല് കണ്ടവർ, അവരൊക്കെ തന്നെയാണ് കാതലും കണ്ടിരിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു സിനിമ വരും വേറെ പ്രേക്ഷകരൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം അവരോട് നമ്മൾ ഭയങ്കരമായിട്ട് കടപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ലാൽജു സാറിന്റെ ചാന്തുകൊട്ട് ഇറങ്ങിയതിനു ശേഷം ഇന്ന് വരെ ആ പേരിൽ വിളി കേൾക്കേണ്ടി വരുന്ന കുറെ പേരുണ്ട് അല്ലേ? കാലം മുമ്പോട്ട് പോകുന്നതോറും കുറേയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സിനിമ എടുത്തുകൊണ്ട് എല്ലാം ശരിയാവത്തില്ല. എപ്പോഴും എല്ലാവരും പറയും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കഴിഞ്ഞ ആൾക്കാർ പാത്രം കഴുകാൻ പറയും. എനിക്കറിയത്തില്ല എത്ര വീടുകൾ അങ്ങനെ മാറുന്നു. ആർക്കെങ്കിലും ഒക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലത്. കാതലും അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമ എടുത്തു അതിനുശേഷം സൊസൈറ്റി മാറി. അങ്ങനെയില്ല, ഇത്തരം കളിയാക്കലുകളൊക്കെ അവർ ഇപ്പോഴും നേരിടുന്നുണ്ട്. ഇതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ സാധാരണ എല്ലാ മനുഷ്യരും നമ്മൾ ആയുസ് തീരുമ്പോഴാണ് മരിക്കുക, അല്ല രോഗം വന്ന് മരിക്കും. പക്ഷേ കമ്മ്യൂണിറ്റിയുള്ള മനുഷ്യർ എങ്ങനെ മരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. അവർ സ്വയം ഇല്ലാതാകുന്ന അവസ്ഥ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക? എത്ര പേരാണ് അങ്ങനെ മരിച്ചത്? ഹായ്, നമ്മളോടൊപ്പം ഉള്ളത് ജിയോ ബേബി ചേട്ടാ, വെൽക്കം. നമസ്കാരം. കഴിഞ്ഞ ദിവസം ആരോ ഇട്ടൊരു പോസ്റ്റിന്റെ മെൻഷൻ ചേട്ടൻ്റെ കണ്ടതായിരുന്നു. അല്ല, ഇത് ജിയോ ബേബി അല്ലേ ഇപ്പോൾ ഉള്ള പടങ്ങളിലൊക്കെ ആക്ടറായി കാണുന്നല്ലോ എന്ന് അല്ലേ? അപ്പോൾ പുതിയൊരു സിനിമയും കൂടെ വരികയാണ്, സ്വകാര്യം സംഭവബഹുലം. അപ്പം അടുത്ത് കുറേ പടങ്ങളിൽ ഇതുപോലെ ആക്ടറായിട്ട് കണ്ടിട്ടുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആക്ടർ ജിയോ ബേബീനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് എന്ന് തോന്നിയോ? അങ്ങനെ വെച്ചാൽ ആക്ടിങ് എന്ന് പറയുന്നൊരു സംഭവത്തോട് നമുക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഇഷ്ടമുണ്ട്. നമ്മൾ സ്റ്റേജിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്കൂളിലും കോളേജിലും നാട്ടിലും ഒക്കെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നാട്ടിൽ സ്കൂൾ കോളേജിലും നമ്മുടെ യൂണിവേഴ്സിറ്റി മത്സരങ്ങളൊക്കെ. അപ്പോൾ അഭിനയിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകിച്ച് സ്റ്റേജിലൊക്കെ എനിക്കൊരു സ്റ്റേജിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ ചെയ്ത് അത്രയും വെച്ചിട്ട് ഒരു ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഒരു വല്ലാത്തൊരു സെൽഫ് നമ്മളിലേക്ക് എന്തൊക്കെയോ പോകുന്ന ഒരു തരം പരിപാടിയായിട്ട് എനിക്ക് ആക്ടിങ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആക്ടിങ് ഒരു കരിയർ ആക്കണം, ആക്ടിങ് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ലൈഫിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. നമ്മൾ ഫിലിം മേക്കർ ആകുക എന്നുള്ളതായിരുന്നു. അതിൽ ഒരിടത്തും ആക്ടിങ് എന്നുള്ളൊരു സംഭവമേ വന്നിട്ടില്ല. നമ്മൾ അസിസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് അഭിനയിക്കാനൊക്കെ സാധ്യതകൾ ഉള്ളപ്പോൾ പോലും അങ്ങനെ അതിലോട്ടൊന്നും പോകാനൊന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആദ്യത്തെ സിനിമ ചെയ്തു, ഡയറക്റ്റ് ചെയ്തു. രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് അതിലൊരു ക്യാരക്ടർ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു. കുഞ്ഞുദൈവത്തിൽ അത് ചെയ്യാനുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ വിളിച്ചാൽ കൊടുക്കാനുള്ള പണമില്ലായിരുന്നു. രണ്ടാമത്തെ കാരണമാണ് എന്നാൽ ട്രൈ ചെയ്താലോ, ഞാൻ ചെയ്ത് നോക്കാം. അങ്ങനെ അത് ചെയ്തു. അപ്പോൾ എനിക്ക് അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സിനിമകളിൽ ആണ് അഭിനയിക്കാൻ തുടങ്ങിയത്. മൂന്നാമത്തെ സിനിമ കിലോമീറ്റേഴ്സിൽ അഭിനയിച്ചു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലുണ്ട് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്. അങ്ങനെ ചെയ്തിട്ട് ആദ്യമായിട്ട് എന്നെ പുറത്തുനിന്ന് അഭിനയിക്കാൻ വിളിക്കുന്നത് സിദ്ധാർത്ഥ് ശിവയാണ്, എൻ്റെ കൂട്ടുകാരനാണ്. അവൻ വിളിച്ചു, വന്ന് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ്റെ 2-3 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നിവർ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ്. ആ സിനിമയൊക്കെ പലരും കണ്ടിട്ടുണ്ട്. അതെ, എനിക്കൊന്ന് ഫിലിം മേക്കേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് കുറെ പേരൊക്കെ. എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ആ ക്യാരക്ടർ നന്നായിരുന്നു. അതിനുശേഷമൊക്കെ എനിക്ക് പല സ്ഥലത്തു നിന്നും കൊക്കോലൊക്കെ അതിന് മുന്നേ നടക്കുന്ന കാസ്റ്റിംഗ് സത്യത്തില്. ഞാൻ എന്നിവർ കുറെ മുന്നേ ചെയ്തതാണെങ്കിലും കൊക്കോ അതിന് ശേഷമാണ് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെയാണ് ആദ്യം വന്നത്. കൊക്കോയിലെ ക്യാരക്ടർ അത് രാഹുൽ വിളിച്ചതാണ്, ചെയ്തു. കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് റിലീസാകാത്ത തന്നെ കുറേ സിനിമകളുണ്ട്. ജോജു ചേട്ടനാണ് എന്നെ പുലിമട എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നത്. അങ്ങനെ അത്തരം സിനിമകളൊക്കെ ചെയ്തു. ഇപ്പൊ കുറെ കൂടെ എന്നെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് പലരും. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം കണ്ടിട്ട് പുരുഷപ്രയത്തിലെ കൃഷാന്തിന്റെ ഒരു എന്താ പറയാ, എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്തതും ഞാനും കൃഷാന്തും കൂടെ കുറെ ആ ക്യാരക്ടറെ കുറിച്ച് സംസാരിച്ചിട്ട് ചെയ്തതിന്റെ ഒരു സുഖം കൂടെ ഉണ്ട് അതിന്. എല്ലാ തരത്തിലും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഇത്. അത് എപ്പോഴും സംഭവിക്കണം എന്നില്ല. ഇപ്പം കുറേ സിനിമകൾ, ഇനി കുറച്ച് സിനിമകൾ വരാനുണ്ട്. സ്വകാര്യ സംഭവബഹുലവും
അങ്ങനെ സംഭവിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ഡയറക്ടർ പറഞ്ഞത് ഞാൻ അഭിനയിച്ച കേക്ക് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണ്, അത് കണ്ടിട്ടാണ് അദ്ദേഹം എന്നെ അഭിനയിക്കാൻ വിളിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനും കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. എന്തുകൊണ്ട് അത് ഇത് സ്വകാര്യ സംഭവ ബഹുലം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്ന സിനിമ. വേറെ ആൾക്കാരുണ്ട്, സജിൻ ചെറുകയിലുണ്ട്, അന്നു, അർജുൻ, കുറെ പേരുണ്ട്, ഷെല്ലിയുണ്ട്. അപ്പോൾ ഷെല്ലിയാണ് എൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഷെല്ലിനെ കാണുന്നത് മിന്നൽ മുരളിയിലെ ഉഷയാണ്, അല്ലാതെ എനിക്ക് ഷെല്ലിനെ അറിയില്ല. സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പുള്ളിക്കാരത്തിയുടെ ഒരു ആക്ടിങ് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൂ. ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് ഉഷ. അപ്പോൾ അങ്ങനെ ഉഷ നമുക്കൊരു സിനിമ ആണല്ലോ, അവരൊക്കെ സിനിമയിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ശരിയാവുമെന്നുണ്ട്. പക്ഷെ ഷെല്ലി ഞാനായിട്ട് ഭയങ്കര പെട്ടെന്ന് തന്നെ ഭയങ്കര കൂട്ടായി. ഷെല്ലിയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ഷൂട്ട് തിരുവനന്തപുരത്ത്. അങ്ങനെ ഭയങ്കര കൂട്ടായിട്ട് അത് ചെയ്തപ്പോഴും നല്ല രസമായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് നന്നായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദവും ഒരു പ്രണയവും സൗഹൃദത്തിനിടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ ഞാൻ പറയാം. അതൊക്കെ നല്ല രസമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഈ പ്രധാന വേഷത്തിലേക്ക് വരികയാണല്ലോ. ഇതുവരെ ഉള്ളതൊക്കെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ ഒരു എന്താ പറയാ സബായിട്ടുള്ള ഇതാണല്ലോ. ഇത് നമ്മൾ ത്രൂ ഔട്ട് വരികയാണ്. ട്രെയിലർ കാണുമ്പോൾ തന്നെ ഈ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ ഒരു ഉത്തരവാദിത്വം എടുക്കലുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ആദ്യം ഇത് ഞാനാണ് ഇതിന്റെ ലീഡായിട്ട് ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ അപ്പൊ ഞാൻ സാധാരണ നമുക്ക് വരുന്ന സിനിമകള് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്യുക, അല്ലാതെ ആ സിനിമയുടെ ഒന്നും, അതായത് ആ സിനിമയുടെ തിരക്കഥ മുഴുവൻ വായിക്കും. നമ്മുടെ കഥാപാത്രം എന്താ, ടോട്ടൽ സിനിമ എന്താ. പക്ഷെ ഇത് ഞാനിങ്ങനെ നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. ഇപ്പൊ ഹരിത പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ട് ഞാൻ പോയി അത് മുഴുവൻ വായിച്ചു. എന്നിട്ട് എന്നാ ചെയ്യാം എന്ന് തീരുമാനിച്ച് തന്നെ അത് വായിച്ചിട്ടാണ് അത് ചെയ്തത്. അല്ലാത്ത സിനിമകൾ ഞാൻ അങ്ങനെ വായിക്കാറില്ല. നമുക്ക് എന്താ ചെയ്യാനുള്ളത്, നമുക്ക് എങ്ങനെ നന്നാക്കി ചെയ്യാം, ഡയറക്ടറെ എങ്ങനെ നമ്മളെ വിളിച്ചതിൽ ഡയറക്ടർ ബുദ്ധിമുട്ടാതിരിക്കുക എന്നൊക്കെയുള്ള ശ്രദ്ധിക്കുക. ഇതിലെങ്ങനെയാ എന്താ ഇതിന്റെ ഒരു കഥ, നമുക്ക് ട്രെയിലർ ഒരു പിടി തരുന്നില്ല. അതെ അങ്ങനെ തന്നെയാണ് സിനിമ ഒരു പലതര ജോണേഴ്സിന്റെ ഒരു മിക്സ് ആണ് സത്യം പറഞ്ഞാൽ. ഇതൊരു ഫാമിലി ഡ്രാമ എന്ന് വിളിക്കാം, അതേസമയത്ത് അതിനൊരു ത്രില്ലർ സ്വഭാവമുണ്ട്, അതേപോലെ അതിനൊരു റൊമാൻറ്റിക് ട്രാക്ക് ഉണ്ട്, ഒരു മിസ്റ്ററി ഫീൽ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ആ സിനിമ. അതാണ് സ്വകാര്യ സംഭവബഹുലം എന്നുള്ള ടൈറ്റിൽ. വളരെ സംഭവബഹുലമായ ഒരു സിനിമയാണ്. ഒട്ടേറെ ഭയങ്കരമായിട്ടുള്ള ഈ സ്ക്രീൻ പ്ലേയിലുള്ള ട്വിസ്റ്റുകളുള്ള സിനിമയാണ്. ഒരു സമയത്ത് ഒരു പ്രത്യേക സ്പീഡിൽ പോയിട്ട് പിന്നെ അതിൻ്റെ ഒരു ഷിഫ്റ്റ് ചെയ്യും, അതിൻ്റെ സ്വഭാവം മാറും, കഥാപാത്രങ്ങളുടെ സ്വഭാവം മാറും. രവി എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഒരു ഹോസ്പിറ്റലിൽ ജീവനക്കാരനാണ്. ഒരു സാധാരണ കുടുംബമൊക്കെ ആയിട്ട് പോകുന്ന ഒരു മനുഷ്യന്റെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അയാൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അയാളുടെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഒക്കെയാണ് ഈ സിനിമ. കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആളല്ലേ? കുറച്ച് 2 കാലഘട്ടം ഉണ്ട് അതില്. അറ്റ് പ്രസന്റ് ഇപ്പത്തെ എൻ്റെ ഒരു ഏജും പിന്നെ കുറെ കൂടെ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയും ഉണ്ട്. അതില് മകളായിട്ട് നമ്മുടെ അഞ്ജലി ഉണ്ട്, അന്നു ഉണ്ട്. ഇവർ രണ്ടുപേരും എൻ്റെ മക്കളാണ്. ഇതില് ഇപ്പം ജിയോ ചേട്ടൻ ഡയറക്ട് ചെയ്ത സിനിമകളിൽ എപ്പോഴും ഒരു പൊളിറ്റിക്സ് ഉണ്ടാവാറുണ്ട്. ആ കഥയുമായി ചേർന്ന് പോകുന്ന പൊളിറ്റിക്സ് എന്താണോ അത് ജിയോ ബേബിയുടെയും പൊളിറ്റിക്സ് തന്നെയാണ് അല്ലെ? ആ നിലപാട് തന്നെയാണ് ഉണ്ടാവാറ്. ഈ കഥാപാത്രങ്ങൾ ആക്ട് ചെയ്യാൻ സെലക്ട് ചെയ്യുമ്പോൾ സിനിമയുടെയോ അല്ലെങ്കിൽ ഒരു സംവിധായകന്റെയോ മൊത്തത്തിൽ കഥയുടെയോ പൊളിറ്റിക്സ് നോക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആസ് എൻ ആക്ടർ ഞാൻ അങ്ങനെ നോക്കാറില്ല. നമുക്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അറിയാം ഇത് ഇങ്ങനെയാണെന്നൊക്കെ അറിയാമെങ്കിൽ ഞാനത് നമ്മളൊരു ജോലി എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് റിഗ്രസീവായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ ഒരു പരിപാടിയൊക്കെ വന്നാൽ നമുക്ക് സജഷൻ പറയുമായിരിക്കാം, ഈ ഡയലോഗ് പറയണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ, കഥാപാത്രം അങ്ങനെ പോകണോ എന്നൊക്കെ ഒരു സജഷൻ ചോദിച്ചേക്കാം. അത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാതെ ചെയ്യത്തില്ലായിരിക്കും. നമുക്കിതിപ്പോൾ നമുക്ക് വേണമെന്നും വെക്കാനുള്ള ഒരു ചോയ്സ് ഉള്ള പ്രിവിലേജ് എല്ലാ ഏരിയയിലും ഉണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് തീരുമാനം എടുക്കാം. ഇതില്ലാതാകുമ്പോഴാണല്ലോ നമ്മൾ പ്രശ്നത്തിലായി പോകുന്നത്. മന്ദാകിനിയിൽ ഒരുപാട് ഡയറക്ടേഴ്സ് ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇന്നലെ അവിടെ അജയ് വാസുദേവ് ഉണ്ടായി, ലാൽ ജോസ്, അൽത്താഫ്, പിന്നെ വിനോദ് ലീല, ജൂഡുണ്ട്. പിന്നെ ഡയറക്ടർ എനിക്ക് പുതുമുഖ ഡയറക്ടറായ വിനോദ് ലീലയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതായിരിക്കും. ഇല്ല അത് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിനോദ് ആ സെറ്റ് ഫുള്ള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സിനിമ പോലെ തന്നെ അതൊരു രസകരമായ സിനിമയാണ്. അതുപോലെ തന്നെ രസകരമായ ഇപ്പൊ ഞാൻ അജയ് ആയിട്ടാണ് എനിക്ക് കുറച്ചും കൂടെ, കാരണം ഞാനും അജയും കൂടെ ആണ് ഉള്ള കോമ്പിനേഷൻ ഒക്കെ ഉള്ളൂ. അല്ലെങ്കിൽ കോമ്പിനേഷൻ ഇല്ലെങ്കിലും എനിക്ക് ഷൂട്ടുള്ള ദിവസം അജയ്ക്ക് ഷൂട്ടുണ്ട്. വേറെ ആരെയും ഞാൻ ആ സെറ്റിൽ കണ്ടിട്ടില്ല. അൽജോ സാറിനെ നേരിട്ട് അവിടെ കണ്ടിട്ടില്ല, ഞാൻ ജൂഡിനെ കണ്ടിട്ടില്ല, അൽത്താഫിനെ കണ്ടിട്ടുണ്ട്. അൽത്താഫിനെ എനിക്ക് നേരത്തെ അറിയാം.
പക്ഷെ ഞാൻ അജയാണ് എനിക്ക് കൂടുതൽ കമ്പനി ആയത്. അത് ഭയങ്കര ഞാൻ നോക്കുമ്പോൾ അജയ് വേറെ ഒരു മാസ് പടങ്ങൾ ചെയ്യുന്ന ഒരാള്, ഞാൻ അവിടെ ചിലപ്പോ ഞാൻ വേറെ തരത്തിൽ ഞങ്ങൾ തമ്മിൽ ഇനി എന്താ അതെ അതെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് അങ്ങോട്ട് പരിചയപ്പെടാൻ വന്നെങ്കിൽ ഭയങ്കര ഒരു പേടി, എന്തായിരിക്കും ഇയാൾ നമ്മൾ ഭയങ്കര ബുദ്ധിജീവിയാണെന്ന് വിചാരിക്കുവോ, അതെ നമ്മൾ മിണ്ടുവോ എന്നൊക്കെയാണ്. ഞങ്ങള് മിണ്ടി തുടങ്ങി, ഞങ്ങള് ഭയങ്കര കമ്പനിയാണ്. ഭയങ്കര രസമായിരുന്നു. ഇന്നലെ ഇറങ്ങിയല്ലോ പടം അല്ലേ? ഇന്നലെ ഇറങ്ങി, നന്നായി പോകുന്നുണ്ട്, അഭിപ്രായങ്ങളൊക്കെ വരുന്നു. കാതലിലേക്ക് വരുന്ന സമയത്ത് കാതലിന്റെ ഒരു ആക്സെപ്റ്റൻസ് എനിക്ക് തോന്നുന്നു ജിയോ ചേട്ടൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൽ അങ്ങനെ ഒരു കൃത്യമായൊരു വിഷയം ഒന്നും ഉണ്ടായിരുന്നില്ലേ? എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതിന് എനിക്ക് പേഴ്സണലി അതിന് മുന്നേ ചെയ്യുന്ന പല സിനിമകളും എങ്ങനെ ഇത് പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ളതിനെ കുറിച്ച് ധാരണക്കുറവുണ്ടായിരുന്നു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ അടക്കം ഇങ്ങനൊരു വലിയ റിസപ്ഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാതൽ ഞാൻ വിചാരിച്ചിരുന്നു. എനിക്ക് മമ്മൂക്ക കൂടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. മമ്മൂക്ക കൂടെ ഉള്ളതുകൊണ്ട്, ജ്യോതികയുണ്ട്, ഇത്രയും ഫാക്ടർ മതിയല്ലോ. ഒരു ആൾക്കാരെ തിയേറ്ററിൽ കൊണ്ടുവരാനാണ് ഏറ്റവും പാടും. അവരെ വരാൻ, അവർ വന്നു കഴിഞ്ഞാൽ ഇത് അവർക്ക് വർക്കാവുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് എനിക്കൊരു എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വേറെ പലർക്കും അതില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം പലർക്കും പേടിയുണ്ടായിരുന്നു ഈ സിനിമ ഒരു സീരിയസ് സിനിമ, നല്ല സിനിമയായിരിക്കും, സീരിയസ് സിനിമയുടെ കാറ്റഗറി പോയിട്ട് ആൾക്കാർ കാണാതിരിക്കുമെന്ന്, ഫെസ്റ്റിവൽ സിനിമ മാത്രം അങ്ങനെ ആവുമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഫെസ്റ്റിവൽസിനൊന്നും നമ്മൾ വിട്ടില്ല. റിലീസിന് മുന്നേ ഒരു സിനിമ ഫെസ്റ്റിവലിൽ പോയി കഴിഞ്ഞാൽ മനുഷ്യരുടെ ധാരണ, ഈവൻ IFFKയിൽ കളിക്കുന്ന ഒരു സിനിമ പോലും തിയേറ്ററിലേക്ക് വന്നാൽ ആൾക്കാർ അതിനെ അത് അവാർഡ് സിനിമ അല്ലെങ്കിൽ വേറെ അങ്ങനെയാണ്. അപ്പം നമ്മൾ അതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. കുറെ മാറുന്നില്ലേ? പക്ഷെ എന്നാലും ഈ തിങ്കളാഴ്ച നിശ്ചയം പോലെയുള്ള, നൻപകല് പോലെയുള്ള സിനിമകൾ ഉണ്ട്, മാറുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നതാണ്, തിങ്കളാഴ്ച നിശ്ചയം എനിക്ക് തോന്നുന്നത് OTT റിലീസിന് ശേഷമല്ലേ ഫെസ്റ്റിവലിന് വരുന്നത് അല്ലേ? അതെ അതെ ആണെന്നാണ് എൻ്റെ ധാരണ. എന്തായാലും അത്തരം സിനിമകളെ കാറ്റഗറൈസ് ചെയ്യുന്നൊരു ഇത് പൂർണ്ണമായും മാറിയിട്ടില്ല. ഇപ്പം നൻപകലിന് നേരത്തെ മയക്കം എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയുമ്പോൾ അവിടെ മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട് തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ. അത് ചിലപ്പോൾ നേരെ തിരിച്ചായിരുന്നെങ്കിൽ, തിയേറ്ററിൽ വന്നിട്ട് ഫെസ്റ്റിവൽ വരുന്നെങ്കിൽ അതിന് ഇനിയും കുറെ കൂടെ ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്നത്, കുറച്ചുകൂടെ ഒരു ആൻറ്റിസിപ്പേറ്റിംഗ് ഫാക്ടർ കൂടും. കാരണം ഒരു സ്ഥലത്ത് കാണിക്കുന്നത് മാത്രമല്ല, ഒരു സെലക്ട് ആയി എന്നുള്ളത് മാത്രമല്ല, സെലക്ട് ആകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും അല്ലേ? അതിൻ്റെ റിവ്യൂസ് വരും. IFFK എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂസ് വരുന്നുണ്ട്. സോ നമുക്ക് ഒരു സിനിമ റിവ്യൂ എനിക്കൊരു സിനിമ റിവ്യൂ വന്നിട്ട് കാണണമെങ്കിൽ അന്ന് കാണണം. ഒരു റിവ്യൂ എങ്ങനെയും ഇപ്പോൾ ഞാൻ 2-3 സിനിമകൾ കാണാനുണ്ട്. അത് ഇറങ്ങിയിട്ട് 2, 3, 4 ദിവസങ്ങളായി സിനിമ ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ ഒരാഴ്ചയാകുന്നു. അപ്പോൾ എനിക്ക് ഇനി ഉടനെ അത് കാണണം. ഇനി അത് കണ്ടില്ലെങ്കിൽ അത് പിന്നെ കാണാൻ നോക്കുകയുള്ളൂ. കാരണം എല്ലാ അഭിപ്രായങ്ങളും കേട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു മൂഡിലെ തന്നെ പോയി കാണണം. അത് ഇല്ലെങ്കിൽ എനിക്ക് സിനിമ അങ്ങ് പഴയതായി പോയ പോലെ തോന്നും. ഞാൻ ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് സിനിമ കാണാൻ പോകണം, ഈ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ്. അവിടെ സിനിമ കാണിച്ചു കഴിഞ്ഞല്ലോ, IFFKയിൽ കാണിച്ചു. ഇനി 1 മാസം കഴിഞ്ഞോ 2 മാസം കഴിഞ്ഞൊക്കെയാണ് വരുന്നെങ്കിൽ ഉള്ള ഒരു തരം അത് മാറട്ടെ, അങ്ങനെ ഒരു ഇതുണ്ട്. അത് പിന്നെ ഭയങ്കര ഹാർഡ് കോർ ഫിലിം ഫാൻസിന്റെ ഒരു പ്രശ്നം കൂടാണത്. ഇപ്പോൾ അവിടെ കാണിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു അവാർഡ് സിനിമ എന്ന് വിചാരിച്ച് കാണാതിരിക്കുന്നവർ മാത്രമല്ല, പിന്നെ അവിടെ കാണുന്നവർ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു ആറ്റിറ്റ്യൂഡ്. അതല്ല, നമുക്ക് സിനിമ എപ്പോഴും വിജയിപ്പിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് നമ്മൾ ഈ വിചാരിക്കുന്ന മനുഷ്യരൊന്നും അല്ല. അവരൊക്കെ മിക്കവാറും ഏത് സിനിമകൾ വന്നാലും ഒന്ന് കണ്ടു നോക്കും, മോശം അഭിപ്രായം വന്നാലും കണ്ടു നോക്കുന്ന മൂവി ബഫ് ആയിട്ടുള്ള ആൾക്കാർ. അതല്ലാതെ ഞങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഞങ്ങൾക്ക് ഒരു വാല്യൂ വേണം, ഞങ്ങൾക്ക് എന്റർടൈൻമെന്റ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഫീലിങ്സ് ഞങ്ങളുടെ ഉള്ളിൽ വർക്കാവുന്ന സിനിമകളാണ് അവർ കാണുന്നത്. സോ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ഫെസ്റ്റിവലിൽ ഒരു സിനിമ തിരഞ്ഞെടുക്കട്ടെ, അത് ഞങ്ങൾ TV വരുമ്പോഴോ OTT വരുമ്പോഴോ കണ്ടോളാം, ഞങ്ങൾക്ക് അതൊരു പൊതുബോധമാണ്. അത് ആരുടെയും കുറ്റമൊന്നുമല്ല. നമുക്ക് ആ പ്രേക്ഷകരാണ് സത്യം പറഞ്ഞ മലയാള സിനിമയുടെ അല്ല നമ്മുടെ ഇൻഡസ്ട്രിയുടെ ശക്തി എന്ന് പറയുന്നതും അവര് തന്നെയാണ് ഈ സിനിമ. ഇപ്പൊ ആവേശം വരുമ്പം ഓടിപ്പോയി കാണുന്ന, കൂട്ടത്തോടെ കാണുന്ന മനുഷ്യർ, അല്ലെ ഗുരുവായൂരമ്പല നടയിൽ കണ്ടവര്, RDX കണ്ടവര്, പ്രേമലു കണ്ടവര്, അവരൊക്കെ തന്നെയാണ് കാതലും കണ്ടിരിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ വേറെ പ്രേക്ഷകരൊന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ അവരോട് നമ്മൾ ഭയങ്കരമായിട്ട് കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിങ്ങനത്തെ ഫെസ്റ്റിവലിലൊക്കെ കാണിച്ചൊരു സിനിമ എന്നുള്ള രീതിയിൽ അതിനെ വേറൊരു കാറ്റഗറൈസ് ചെയ്യുന്ന ആരും മനഃപൂർവ്വം ആ സിനിമയോട് ദ്രോഹം ചെയ്യുന്നതല്ല. അത്ര സിനിമ എന്നുള്ള ലേബൽ വീഴും, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാതൽ നമ്മളത് വരാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാ പറഞ്ഞേ. കാതൽ അതിന് മുന്നേ ഒരു ഫെസ്റ്റിവലിനും നമ്മളായിട്ട് അയച്ചിട്ടില്ല. IFFIയിൽ പ്ലേ ചെയ്യുന്ന അതേ ദിവസം നമ്മളിവിടെ റിലീസ് വരെ പ്ലാൻ ചെയ്തത് അങ്ങനെയൊക്കെ തന്നെയാണ്.
പക്ഷെ ഇത് കാതലിന്റെ ഒരു ഇത്രയധികം ആക്സെപ്റ്റൻസ് കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു രണ്ട് മുന്നോട്ട് വഴി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചു? ഞാൻ വേറൊരു തരത്തിൽ ഇനിയും ചെയ്യുന്ന സിനിമകൾക്കൊരു മാറ്റം ഉണ്ടാവണം. പ്രത്യേകിച്ച് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കഴിഞ്ഞു, ഫ്രീഡം ഫൈറ്റ് ചെയ്തു. ഫ്രീഡം ഫൈറ്റിൽ ഞാൻ ചെയ്തത് ഒരു ഇമോഷണൽ ആണെങ്കിലും ആ സിനിമ ടോട്ടലി കുറച്ച് പൊളിറ്റിക്കലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വേറൊരു ഷിഫ്റ്റ് വേണം കരിയറിൽ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ വേറൊരു തരം സിനിമയിലോട്ട് പോകാൻ ശ്രീധന്യ ചെയ്തു. ശ്രീധന്യ പക്ഷേ തിയേറ്റർ വർക്കായില്ല. വേറൊരു തരം സിനിമയിലോട്ട് പോവാം, കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമ ചെയ്യാം, തിയേറ്റർ വർക്കാകുന്ന സിനിമകളൊക്കെ ചെയ്യണമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കാതലിന്റെ സ്ക്രീൻ പ്ലേ ആയിട്ട് ആദർശം പോൾസൺ വരുന്നത്. അത് വായിച്ചപ്പോൾ എനിക്കത് വിടാൻ തോന്നിയില്ല. ഞാനും ബീനയും കൂടെ എൻ്റെ പാർട്ണർ ഞങ്ങളത് ചെയ്യാൻ പോകേണ്ട സിനിമകൾ എങ്ങനെയാണെന്നൊക്കെ ചുമ്മാ ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മളിനി പൊളിറ്റിക്കൽ സിനിമ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഞങ്ങളെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ വായിച്ചു, ബീനയുടെ അടുത്ത് പറഞ്ഞു ഇത് ചെയ്താലോ, അപ്പം എന്ന് പറഞ്ഞു. സോ നമ്മൾ പിന്നെ അതിലോട്ട് പോയി. അപ്പോൾ ഇനി ചെയ്യുന്ന സിനിമകൾ വേറെ തരം സിനിമ ചെയ്യണമെന്നാണ്. ഒരിക്കൽ സംസാരിച്ചപ്പോൾ ജിയോ ചേട്ടൻ പറഞ്ഞു നീലനിലവെ പാട്ട് ഇറങ്ങിയ സമയത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനത്തെ കളർഫുൾ പാട്ടും ഡാൻസും ഒക്കെ നീലനിലവെ എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ പാട്ട് കണ്ടിട്ട് കുറച്ച് നാളായി മലയാള സിനിമയില്. ഒരു സമയത്ത് അങ്ങനത്തെ പാട്ടുകളായിരുന്നു. ലിപ്പുണ്ട് അല്ലെ, മറ്റേ ബാക്ക്ഗ്രൗണ്ടിലെ കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട്. അത് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു ഒരു സിനിമ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ ഹാസ് ചെയ്തോണ്ട് ഇനി ഉടനെ ചെയ്യുന്നില്ല. അല്ല, അങ്ങനെ കണ്ടിട്ട് കുറച്ചായി ബാക്ക്ഗ്രൗണ്ടിലെ ഡാൻസുകളും കളർഫുൾ ആയിട്ടുള്ള പരിപാടിയൊക്കെ. ഇപ്പൊ പ്രിയദർശനും അല്ലെങ്കിൽ ലാൽജോ സാറും കമൽ സാറും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. പക്ഷെ നമുക്ക് കുറച്ചുകളായിരുന്നു ആ സാധനം വന്നിട്ട്. അത് പക്ഷെ ജിയോ ബേബി അത്തരം സിനിമ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ കൗതുകം ഉണ്ടാവുന്ന പ്രേക്ഷകരുണ്ട്. അത് എന്താന്ന് ഇപ്പം നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ എങ്ങനെയായിരിക്കും പ്രേക്ഷകരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം. അവർക്കിത് മനസ്സിലാവണം, അവർക്കിത് കണക്ട് ആവണം, എങ്കിൽ മാത്രമേ നമ്മുടെ ഇത്തരം തോട്ടുകൾക്കൊക്കെ നിലനിൽപ്പുള്ളൂ. അത് അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാം. ഇപ്പോൾ കാതലാണെങ്കിലും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണെങ്കിലും ഒക്കെ നമുക്കും കൂടെ വേണ്ടിയിട്ട് ചെയ്തൊരു സിനിമയാണ്. നമ്മൾ വേറെ ആരെയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുത്താൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ പ്രേക്ഷകരെ മുന്നിൽ കണ്ട് ടിക്കറ്റ് എടുത്ത് വലിയൊരു പൈസയാണ് ഇന്ന് സിനിമ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഫാമിലി വന്ന സിനിമ ആണെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാസത്തെ വലിയൊരു പൈസയാണ് ഒരു സിനിമയ്ക്ക് വേണം. അപ്പം അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആസ് എ ഫിലിം മേക്കർ അങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ അവരെ വാല്യൂ ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത പരിപാടി ആലോചിക്കുന്നത്. അത് എന്താവുന്നൊന്നും അറിയത്തില്ല, ഒന്നും പറയാറൊന്നും ആയിട്ടില്ല. അപ്പൊ കാതലിന്റെ പറയുമ്പോഴും നമ്മൾ ഈ ആക്സെപ്റ്റൻസ് ഉണ്ട്, ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഒരു കാലത്ത് ലാൽജു സാറിന്റെ ചാന്തുപൊട്ട് ഇറങ്ങിയതിനു ശേഷം ഇന്ന് വരെ ആ പേരിൽ വിളി കേൾക്കേണ്ടി വരുന്ന കുറെ പേരുണ്ട് അല്ലെ. അതുപോലെ ഈ കാതൽ എന്നുള്ളത് അത്തരത്തിലുള്ള ടേം ആക്കി മാറ്റാനുള്ള എവിടേക്കോ കുറച്ചാണെങ്കിലും ഒരു ശ്രമം അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അതിനെ എങ്ങനെയാ അതിന്റെ ഒരു അതുണ്ടാവുമായിരിക്കും. കാരണം നമ്മള് ഈ കാലം മുമ്പോട്ട് പോകുന്നതോറും കുറേയൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മളൊരു സിനിമ എടുത്തോണ്ട് എല്ലാം ശരിയാവത്തില്ല. ഇപ്പോൾ എപ്പോഴും എല്ലാവരും പറയും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കഴിഞ്ഞ ആൾക്കാർ പാത്രം കഴുകാൻ തുടങ്ങി. എനിക്കറിയത്തില്ല എത്ര വീടുകൾ അങ്ങനെ മാറിയെന്നോ. ആർക്കെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലത്. കാതലും അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമ എടുത്തു അതിനുശേഷം സൊസൈറ്റി മാറി അങ്ങനെയില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഒരു കൂട്ടം സിനിമകൾ നമ്മൾക്ക് ചേഞ്ച് ആക്കും. അത് സിനിമകൾ മാത്രമല്ല, ഇപ്പം ഈ ചോദിക്കുന്ന ഹരിത ചോദിക്കുന്നത് പോലും നമ്മുടെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അതിൽ നമ്മുടെ ഇവിടെയുള്ള സമൂഹത്തിലുള്ള മനുഷ്യർ, സിനിമ അല്ലാതെയുള്ള എല്ലാ കലകളും മാധ്യമങ്ങളും ഈ മനുഷ്യരും എഴുത്തുകാരും എല്ലാവരും കൂടെ ചേർന്നൊരു തരം മാറ്റം ഉണ്ടാവും. അപ്പം ആ മാറ്റം എപ്പോഴും പ്രോഗ്രസീവും പോസിറ്റീവും തന്നെയായിരിക്കും. ഇപ്പം ഒരു കുറേ വർഷങ്ങൾക്ക് മുന്നേ കളിയാക്കപ്പെടുന്നത് പോലെ അത്ര ഭീകരാവസ്ഥയില്ല. എങ്കിലും കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യർക്ക് ഇന്നും ഒരു പൊതുജീവിതവും അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതം, സാധാരണ മനുഷ്യരും നമ്മൾ വിളിക്കുന്നത് പോലെ ഉള്ള മനുഷ്യരുടെ പോലെ എളുപ്പമല്ല ഇന്നും. അവർ സ്വന്തം വീടിനകത്തും സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ സിനിമയെ മാത്രം അങ്ങ് ശരിയാക്കി എല്ലാം ശരിയാകത്തില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ, നമ്മൾ ആണ് പെണ്ണെന്നുള്ള ഒരു ഇതിൽ മാത്രമാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ വിവാഹം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ചേർന്ന് ചെയ്യുന്നൊരു മാത്രം ഒരു കാര്യമാണ് എല്ലാവർക്കും, കുട്ടികളടക്കം. അതിൻ്റെ അകത്തുനിന്ന് മാറി വരുമ്പോൾ അതിൽ അസ്വാഭാവികത കാണുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ അവരെ ഒരു സിനിമ കൊണ്ടൊന്നും നന്നാക്കാൻ പറ്റില്ല. അത് ഒരു ലോങ് പ്രോസസ്സിലൂടെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കാതൽ കണ്ടിട്ട് പല പേരൻസ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതെങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ആ ഒരു പേരൻസ് എന്ന് പറഞ്ഞാൽ മേ ബി നമ്മുടെ സിനിമ വന്നില്ലെങ്കിലും
അവരതിനെക്കുറിച്ച് കുട്ടികളോട് വളരെ ആരോഗ്യകരമായി സംസാരിക്കുന്ന പേരൻസ് ആയിരിക്കും. നമ്മുടെ സിനിമ വന്നപ്പോൾ അത് എളുപ്പമായിരുന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഇപ്പം മാറി ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കിതൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. ഇത്തരം കളിയാക്കലുകളൊക്കെ അവർ ഇപ്പോഴും നേരിടുന്നുണ്ട്. ഇപ്പോഴും എന്താ പറയുക, നമ്മളൊരു ഇതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ സാധാരണ എല്ലാ മനുഷ്യരും നമ്മൾ ആയുസ് തീരുമ്പോഴാണ് മരിക്കുക, അല്ല ആ രോഗം വന്ന് മരിക്കും. പക്ഷേ കമ്മ്യൂണിറ്റിയുള്ള മനുഷ്യർ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവർ സ്വയം ഇല്ലാതാകുന്ന അവസ്ഥ എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക? എത്ര പേരാണ് അങ്ങനെ മരിച്ചത്? അവസാനം കിഷോർ പോയി. കിഷോർ കാതലിൽ നമ്മുടെ കൂടെ നിന്ന ഒരാളാണ്. നമ്മുടെ സ്ക്രിപ്റ്റിലൊക്കെ നമ്മൾ സജഷൻസ് ചോദിക്കുകയും കാതലിൻ്റെ സ്ക്രീൻ പ്ലേ സിനിമയ്ക്ക് പുറത്തല്ലാതെ വായിച്ചിട്ടുള്ള ഒരാളാണ് കിഷോർ പോയി. കിഷോറിനെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളല്ല, കമ്മ്യൂണിറ്റിയുള്ള മനുഷ്യർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന മനുഷ്യർക്ക് അങ്ങനെ സംഭവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഒരു സിനിമ വന്ന മാറ്റം വരുത്തി നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ആർട്ടിലൂടെ മാറ്റം വരും. അത് ഒരു സിംഗിൾ ഒരു ആർട്ട് ഫോം വന്നിട്ടല്ല, അത് എല്ലാവരോടും ചേർന്ന് മനുഷ്യരും എല്ലാവരോടും ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം മാറുമ്പോഴാണ് അത് സംഭവിക്കുക. അതിനെ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ നമ്മുടെ ഇത്തരം ചോദ്യങ്ങളും ഇത്തരം ചർച്ചകളും അത്തരം സിനിമകളും ഒക്കെ സഹായിച്ചേക്കാം. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്റെ സമയത്ത് ഇത്ര ഡിവോഴ്സ് എങ്കിലും നടന്നാൽ എന്ന് പറഞ്ഞൊരു അതൊന്ന് ഭയങ്കര ചർച്ചയായിരുന്നു, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. അപ്പൊ അത്തരത്തിലൊരു സിനിമ നമ്മൾ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കുമ്പോഴേ ഇതിൽ നിന്ന് ഇപ്പൊ പറഞ്ഞു തന്നെയാ, പക്ഷെ ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടോ ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഇത് ആർക്കെങ്കിലും ഒന്ന് ഇൻസ്പിറേഷൻ ആയാൽ? അങ്ങനെ നമ്മൾ ആഗ്രഹിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ 2 ദിവസം മുന്നേ എന്നോടൊരാൾ പറഞ്ഞു, അവൻ്റെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞു. അവൻ്റെ ഉമ്മ കാതൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അവൻ്റെ ഉമ്മയ്ക്കുണ്ടായ ഒരു മാറ്റത്തെ പറ്റി. ഞാൻ എന്തോരം മോശമായിട്ടാണ് ആ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചത്. അവർ സാധാരണ ആൾക്കാരാണല്ലേ. അയാൾ എന്നോട് പറഞ്ഞു, ജിയോ ചേട്ടാ നിങ്ങൾ ചെയ്തൊരു സിനിമ കൊണ്ട് അത്രയും എൻ്റെ ഉമ്മ വേറൊരു റിലീജിയൻ്റെ അകത്ത് ജീവിക്കുന്ന ആളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാളെ അങ്ങനെ മാറുമ്പോൾ നമുക്ക്, അല്ലാതെ മാറ്റത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരാൾ മാറുന്നതും ഏതോ ഒരു മതത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ചിന്തിക്കാൻ നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനും അങ്ങനെ തന്നെയാണ്. പല പെൺകുട്ടികളും നമ്മളോട് പറയാറുണ്ട് ആ സിനിമ ഭയങ്കര ധൈര്യമാണെന്നൊക്കെ. അങ്ങനെ കേൾക്കുന്നത് സന്തോഷവും സമാധാനവും ഒക്കെയാണ്. പക്ഷേ അത്തരം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലത്തെ പോലെ വീടുകളായി തന്നെ ഇപ്പോഴും തുടരുകയും ചെയ്യുന്ന വീടുകളാണ്. നമ്മൾ തന്നെ കേൾക്കാറുണ്ട്, പീരീഡ്സ് ആകുമ്പോൾ മാറി താമസിക്കേണ്ടി വരുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് കാണിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട്. നമുക്കൊക്കെ പരിചയത്തിൽ പോലും ഉണ്ട്. അത് ഇന്നും എനിക്കറിയാം. നമുക്കൊരു പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളൊരു കോഴ്സ് സെലക്ട് ചെയ്യാനോ പോലും ഏതൊരു വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ പോലും ഒരു ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഈ പ്രോഗ്രസീവ് ആണെന്ന് പറയുന്ന വീടുകളിൽ പോലും ഇല്ല. കേട്ടിട്ടുണ്ട്, പേഴ്സണലി തന്നെ അറിയാം. എഞ്ചിനീയറിംഗ് ഒന്നും പെൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല എന്ന് കേട്ടിട്ടുണ്ട്. അതും ഞാൻ എഞ്ചിനീയറിംഗിന് കയറുമ്പോ 55-ൽ 31 പെൺകുട്ടികളുള്ള ക്ലാസ്സാ. എന്നിട്ടും ഒരു കാലത്ത് നമ്മുടെ മെക്കാനിക്കല് പെൺപിള്ളേർ മറ്റേ മെക്കറാണി എന്നൊക്കെ പറഞ്ഞു അത് എല്ലാ കാലത്തും ഇപ്പൊ കുറച്ച് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഈ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് വളരെ നല്ലതാണ്. ഇപ്പൊ സിനിമയിൽ തന്നെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഞാൻ ADs-ൽ ഒരാള് സ്ത്രീ ആയിട്ട് എല്ലായിടത്തും ഒരാളെങ്കിലും കാണുന്നുണ്ട് അല്ലേ? ഉണ്ട്, ഒന്നിൽ കൂടുതൽ. ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെ ഒരു സിനിമ ഞാൻ ചെയ്യുമ്പോൾ അതിൽ പെൺപിള്ളേർ ആരും ഇല്ല, ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല. നമ്മൾ അത് കഴിഞ്ഞ സിനിമ കാതലിലേക്ക് എത്തുമ്പോൾ നമുക്ക് 2 പെൺപിള്ളേരുണ്ടെന്നുള്ളത് അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ആണ്. അത് മാത്രമല്ല, അത് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പെൺപിള്ളേരുണ്ടാവുന്നുണ്ട്. ക്യാമറയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു പ്രസൻസ്, ഒരു ക്രൂല് തന്നെ ആ പ്രസൻസ്. ഇപ്പൊ നമ്മള് ബിഹൈൻഡ് ദ സീൻസ് ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട് ആണുങ്ങളുടെ മേഖലയിൽ നിന്നും. മാത്രമല്ല ക്രിയേറ്റീവ്ലി ഇത് നല്ലതാണ്. നമുക്കൊരു വേറൊരു പെർസ്പെക്റ്റീവ്, നമ്മുടെ ഡിസ്കഷനിൽ വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവുമല്ലോ. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് വേറൊരു തരം പെർസ്പെക്റ്റീവ് ആണല്ലോ കിട്ടുക നമുക്ക്. അവരോട് എപ്പോഴും നമ്മൾ ചോദിക്കും, ഈ സീന് വർക്കാവോ, അല്ലെങ്കിൽ ഈ സീൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തന്നെ ചോദിക്കും. ഈ ഇത് പറഞ്ഞപ്പോ ഈ ഉമ്മ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് കുടുംബ വ്യവസ്ഥിതിക്ക് എതിരാണ് ജിയോ ബേബി എന്ന് പറഞ്ഞ് ഒരു ഇൻവൈറ്റ് ചെയ്തിടത്തിൽ നിന്നും അല്ലെ ആ ഒരു വിഷയം ഫറൂഖ് കോളേജ് വിഷയം ഉണ്ടായിരുന്നു. അതെ അതെ, അത് അങ്ങനെ എപ്പോഴും ഉണ്ടാവും, സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കാര്യങ്ങൾ കുടുംബ വ്യവസ്ഥിതിക്ക് എതിരാണോ ജിയോ ബേബി പറഞ്ഞതിന് ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും പ്രശ്നം വരുന്നില്ലേ? നമ്മൾ കുടുംബ വ്യവസ്ഥിതിക്ക് എതിരെന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്. അതായത് കുടുംബം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരാൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ, ഇപ്പൊ മക്കളുടെ കാര്യം എടുക്കാം, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആ ഒരു സിസ്റ്റം അങ്ങനെയാണെങ്കിൽ കുടുംബമല്ല മാറ്റേണ്ടത്, കുടുംബത്തിൻ്റെ അകത്തെ രീതികൾ കുറെ മാറേണ്ടതുണ്ട്.
അപ്പോൾ കുടുംബത്തിൻ്റെ അതേ രീതികൾ കുറേ മാറേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ബൈ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എടുത്തത്. അത് തോന്നാൻ പേഴ്സണലി കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുടുംബ വ്യവസ്ഥിതി ഇനി ശരിയാക്കാനുണ്ടെന്ന് വീണ്ടും വീണ്ടും തോന്നുന്നതുകൊണ്ടാണ് കാതൽ വന്നപ്പോൾ എൻ്റെ സ്ക്രീൻ പ്ലേ ഞാൻ വിട്ടുകൊടുക്കായിരുന്നത്. കാതൽ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു LGBTQIA+ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു മിനിമം 10 സ്ക്രീൻ പ്ലേയിൽ ഞാൻ വായിച്ചിട്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. ഞാൻ കാതൽ വരുമ്പോൾ അത് ചൂസ് ചെയ്യുന്നത് അതൊരു വീടിന്റെ അകത്ത് നിന്നാണ് പറയുന്നത് അല്ലേ. എനിക്ക് അത് ആ സിനിമ ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഈ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ തിരക്കഥകളാണ്, പക്ഷെ എനിക്കത് ചെയ്യാൻ തോന്നിയില്ല. നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നും അതിലില്ല. അതായത് ആ തിരക്കഥ മോശമാണെന്നല്ല, ആസ് എ പേഴ്സൺ എനിക്ക് വർക്ക് ആവണമല്ലോ. കാതൽ വന്നപ്പോൾ അതാണ്. കാതൽ എന്താ നമ്മൾ പറയുന്നത് അല്ലേ, നമുക്ക് അങ്ങനത്തെ വീടുകളായി മാറുക എന്നുള്ളതാണ്. ഒരു ഗേ ആയിട്ടുള്ള ഒരു മകനെ അദ്ദേഹത്തിന്റെ പാർട്ണറെ ആ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റണമല്ലോ. അങ്ങനെ കുടുംബങ്ങൾ മാറുന്നതിനെ കുറിച്ച്, അല്ലാതെ കുടുംബങ്ങൾ മുഴുവൻ ബോംബിട്ട് നശിപ്പിക്കണമല്ല. അപ്പൊ എനിക്കൊരു ഫാമിലി ഉണ്ടല്ലോ, എനിക്ക് മക്കളുണ്ട്, എനിക്ക് പാർട്ണറുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു വരുമ്പോൾ ഞങ്ങൾ തന്നെ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു സമത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അല്ലെങ്കിൽ പേരൻറ്റിങ് എന്നൊക്കെ പറയുന്നത്, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും നമ്മുടെ മക്കളാണ് അതാണെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണല്ലോ. അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഇഷ്ടമുള്ള ഒരു കോഴ്സ് ചെയ്യാൻ പറ്റില്ല, ഇഷ്ടമുള്ള കോഴ്സ് ഇഷ്ടമുള്ള സ്ഥലത്ത് പഠിക്കാൻ പറ്റില്ല, കോളേജ് ചൂസ് ചെയ്യുന്നതിൽ, വസ്ത്രധാരണം അങ്ങനെയുള്ള ഏരിയയൊക്കെ ഞാൻ വിടുകയാണ്. ആൺകുട്ടികളെ സംബന്ധിച്ചാണല്ലോ അത്. ഫാമിലി എന്ന് പറയുന്നത് എല്ലാ തരത്തിലും വല്ലാത്തൊരു ബാധ്യതയായി മാറുക. അതിനെ കുറച്ചുകൂടെ എന്താ പറയുക, സമാധാനത്തിലും സന്തോഷത്തിലും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി അതിനെ മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുക? അത് ഓരോ ഇൻഡിവിജ്വൽ ആലോചിക്കേണ്ടതാണ്. ഈ കുടുംബ വ്യവസ്ഥതയ്ക്കകത്ത് മനുഷ്യൻ കടന്ന് ഭയങ്കര പെടാപ്പാട് പെടുകയാണ്. ഈ പറയുന്ന അച്ഛന്മാരും അമ്മമാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും ഭാര്യമാരും എന്നൊക്കെ പറയുന്നത് മക്കളും ഒക്കെ ചേർന്ന് ഒരുതരം പ്രശ്നബാധിതമായ സ്ഥലമാക്കി അതിനെ മാറ്റുക, സൊസൈറ്റിയും കൂടെ ചേർന്ന്. ആ പ്രശ്നബാധിതം എടുത്തു മാറ്റി മനുഷ്യർ സമാധാനത്തോടെ സന്തോഷത്തോടെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇടമായാൽ, ഒരു വർക്ക് സ്പേസിൽ എടുത്താലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ പല വർക്ക് സ്പേസ് നമുക്ക് കംഫോർട്ടാകത്തില്ല. കംഫോർട്ടായിട്ടുള്ള വർക്ക് സ്പേസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ കംഫോർട്ടായിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഒരാളുടെ മാത്രം ആഗ്രഹങ്ങളും ഒരാളുടെ മാത്രം തീരുമാനങ്ങളും നടപ്പിലാക്കുന്ന ഒരു സ്ഥലമായി മാറാതെ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിനെയാണ് ഇങ്ങനെയൊക്കെ ആയി മാറ്റുന്നത്. ഈ മമ്മൂട്ടിയെ വെച്ചൊരു സിനിമ എന്നുള്ളത് ഇപ്പൊ അജയ് വാസുദേവ് ഒരിക്കൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളിക്ക് അതൊരു ഫാൻ മൊമെന്റ് ആയിരുന്നു. അത് പുള്ളിയുടെ ആ ആദ്യ സിനിമയിലൊക്കെ കാണാൻ പറ്റും. ആ ഒരു അല്ലെങ്കിൽ ഓരോ ഇൻട്രോകളിലും അത് കാണാൻ പറ്റും. ആ തരത്തിൽ സിനിമയായിരുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും, ഗോളായിരിക്കും. ഈ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ടുള്ള ഒരു സിനിമ എന്നുള്ളത് ജിയോ ബേബി എന്ന സംവിധായകന് എന്താണ്? എനിക്ക് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഇതൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഇപ്പൊ അജയുടെ കാര്യം, ഞാൻ അജയുടെ ഈ ഷൈലോക്കിന്റെ ഇൻട്രോയെ പറ്റി പറയുന്നത്, എൻ്റെ മോൻ എപ്പോഴും കാണുന്ന ഒരു ഇൻട്രോയാ. അജയ് അത് എടുത്തിരിക്കുന്നത് ഭയങ്കര രസമുള്ള ഇൻട്രോ ആണ്, മമ്മൂട്ടിയുടെ ഇൻട്രോ ഷൈലോക്കിലെ. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റ്മെന്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ് സത്യമായിട്ടും. അതെ, കാണിക്കാറില്ല. എനിക്ക് എന്താണെന്നറിയത്തില്ല. ഞാൻ ഇത്രയെങ്കിലും ജിയോചേട്ടനെ കണ്ടത് ആ കാതലിന്റെ ആ ഫസ്റ്റ് ഷോ കഴിഞ്ഞ ഒരു റെസ്പോൺസിലാ. അതെ, എനിക്കങ്ങനെ ഇപ്പോൾ ഓവർ എക്സൈറ്റ്മെന്റ് ഇല്ല. കാരണം പല ഭാഗ്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ കറക്റ്റ് സമയത്ത് ആദർശം പോൾസണോ കഥയായിട്ട് വരിക. അതിൽ വായിക്കുമ്പോൾ തന്നെ എനിക്ക് മമ്മൂക്കനെ മനസ്സിൽ തോന്നുക. അപ്പോൾ ആദർശം പോൾസൺ ഇത് മമ്മൂക്ക ചെയ്ത് ശരിയാവെന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു തരം ഞെട്ടലായിരുന്നു. മമ്മൂക്ക പുള്ളി ചെയ്യുമോ? അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് പറഞ്ഞു നോക്കാം. പണ്ട് ലാലേട്ടനോട് പറയാൻ നോക്കിയ ആളല്ലേ. അതെ എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പോഴും നമുക്ക് ഈ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കുറെ മ്യൂസിക് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കോളേജ് പഠിക്കുമ്പോഴും പഠനത്തിന്. അപ്പൊ അതൊക്കെ ആ സമയത്ത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള സിംഗേഴ്സ് എല്ലാം പാടിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഫാദറിന് ഭയങ്കര ഇഷ്ടമുള്ള സിംഗറാണ് യേശുദാസ്, എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ നീ കുറെ പാട്ടുകൾ ചെയ്തിട്ട് യേശുദാസിനെ വെച്ചൊരു പാട്ട് നീ ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശുദാസിന് പാടാൻ പറ്റുന്ന മ്യൂസിക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അല്ല അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ വന്നാൽ യേശുദാസിനെ വിളിക്കും, അദ്ദേഹം പാടും. അതെങ്ങനെയാണ് പാടുന്നത്? നിന്റെ പാട്ടൊക്കെ പാടും? ഞാൻ പറഞ്ഞു ഇത്രയും പേര് എൻ്റെ പാട്ടുകളൊക്കെ പാടിയല്ലോ, അദ്ദേഹത്തിന് വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ പൈസ കൊടുത്താൽ അയാൾ പാട്ട് പാടത്തില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതാണ് എനിക്ക് അത്ര എക്സൈറ്റ്മെൻറ്റേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മമ്മൂക്ക പോലെ ഒരു ആക്ടറോടെ ജോലി ചെയ്യാൻ പറ്റുന്നതിൽ. നമ്മൾ മനസ്സിൽ വായിക്കുമ്പോൾ കാണുന്ന ആ ഒരാൾ അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്ത് കൊണ്ട് എത്തിച്ചു എന്നുള്ളത്
വല്ലാത്ത സന്തോഷമാണ്. ആ സിനിമ സ്വീകരിക്കപ്പെട്ടതിനും വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഞാൻ ആ ഒരു മൊമെന്റിനെ ഭയങ്കരമായിട്ട് ഓർത്ത് ഹാപ്പി ആവാറുണ്ട്. ആദർശൻ പോൾസണും വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, ഈ സിനിമയേ ഇല്ല. ആദർശൻ പോൾസണും അത് വേറെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നു, എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരു കാലം എന്ന് പറയുന്നത് പലതിനും ഉത്തരവാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടിട്ട് മമ്മൂക്ക അയച്ചൊരു മെസ്സേജ് ഉണ്ട് എനിക്ക്, അദ്ദേഹത്തിന് ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അടുത്ത സിനിമ നിങ്ങളുടെ മമ്മൂട്ടിയെ വെച്ചായിരിക്കണം. അത് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു അതിനൊരു സിനിമ ഉണ്ടാവണ്ടേ, അല്ല നിങ്ങളത് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഉണ്ടായി വരേണ്ട ഒരു സംഭവമാണ്. അപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ 2021 അദ്ദേഹം കണ്ടിട്ട് ഞങ്ങൾ 23 തോന്നിയ ഞങ്ങളൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരുമിക്കും. 2 വർഷം എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിനോടൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകം ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിനോടൊരു കഥ, പക്ഷെ വന്ന കഥ അദ്ദേഹത്തിന് നോക്കിയാണ്ട് പോയി പറഞ്ഞു. അപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ കൂടെ ഇനിയും ജോലി ചെയ്യണമെന്നുണ്ട്. കാരണം എനിക്ക് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് മമ്മൂക്കയുടെ പല ഇതും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അത് വല്ലാത്തൊരു ആഗ്രഹമാണ്. എന്ന് വെച്ചാൽ കഥ ഉണ്ടാക്കി ഒന്നും വെച്ചിട്ടില്ല, ഉണ്ടാവണം, ഉണ്ടായി വരണം, ഇതുപോലെ സംഭവിക്കണം, കാലവും സമയവും ഒക്കെ അതിനുള്ള ഉത്തരങ്ങൾ ഉണ്ടാക്കി തരട്ടെ. എനിക്കത് മമ്മൂക്കയൊക്കെ ആഗ്രഹമുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ബേബിനെ വെച്ച് സിനിമ എടുക്കുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പൊ ആ ഒരു ചോദ്യം തന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഫീൽ ചെയ്തു പോയി. ബേബി ഇനി നമ്മളെയൊക്കെ വെച്ച് സിനിമ എടുക്കുമോ എന്ന് ചോദിച്ചത്. ഞാൻ ഇത് തന്നെയാണ് നമുക്ക് അങ്ങനെ സംഭവിക്കട്ടെ, സംഭവം ഉണ്ടായി വരട്ടെ. അത് തന്നെയാണ് മമ്മൂക്കയുടെ മനസ്സിൽ. അങ്ങനെ ഉണ്ടായി വരട്ടെ. ഉണ്ടായി വരുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലും സിനിമ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളാണ് മമ്മൂക്കയും മമ്മൂട്ടി കമ്പനിയും ഒക്കെ. ഇപ്പൊ വീണ്ടും ഇടയ്ക്ക് എനിക്കൊന്ന് മഞ്ഞുമല ഇറങ്ങിയ സമയത്ത് ചർച്ച ചെയ്ത് നിന്ന് ഇപ്പൊ വീണ്ടും ചർച്ചയാവാണ് മലയാള സിനിമയിലെ പെണ്ണുങ്ങളൊക്കെ എവിടെ എന്നുള്ളത്. അതിനൊരു മറുപടി ദിവ്യപ്രഭയും കനിയും ക്യാൻസൽ കൊടുക്കുന്നുണ്ട്. അത് മറുപടിയായി പറയുന്നവര് ഇപ്പുറത്ത് ഇങ്ങനെയും പറയുന്നുണ്ട്. എന്താ അതിലൊരു നിലപാട്? അല്ല, നമ്മൾ സിനിമ കണ്ടിട്ട്, സിനിമ എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഭയങ്കര വിസിബിലിറ്റി ഉള്ളതാണ്, നമുക്ക് പ്രകടമാണ്, കാണാം അല്ലെ. ഹരിത പറഞ്ഞതിൽ തന്നെ ഒരു തരത്തിൽ അതിന്റെ ആൻസർ ഉണ്ട്. ദിവ്യയും കനിയും പായലും ക്യാൻസലാണ്. 30 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ സിനിമ അത് നമ്മൾ എത്രത്തോളം അഭിമാനിക്കണം. പിന്നെ ഞാൻ ആ സിനിമയിൽ ഉണ്ടാവേണ്ടായിരുന്നു, സത്യം എനിക്ക് മിസ്സായ സിനിമ, സത്യം എന്നെ കാസ്റ്റ് ചെയ്തിരുന്നു. എനിക്ക് എന്തോ ഒരു വിഷമം ഉണ്ടായി. കാരണം നമ്മള് ഭാഗമാവുന്ന ഒരു സിനിമ അവിടെ, പക്ഷെ അത് ക്യാരക്ടറിന്റെ സ്വഭാവങ്ങളൊക്കെ മാറിയോണ്ട് വേറൊരു ആളെ കാസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ഈ ചോദ്യത്തിലോട്ട് വന്നാല് നമുക്ക് എവിടാണ് ഈ തുല്യത ഉള്ളത് അല്ലേ? വീട്ടിലില്ല, വർക്ക് സ്പേസിലില്ല, പുറത്തിറങ്ങിയാൽ എല്ലാവരുടെ തൊഴിലിൻ്റെ സിനിമ തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇന്നിപ്പം ഇന്നലെ മന്ദാകിനി ഇതിന് ഒരു തിരിച്ചുള്ള ഉത്തരവാണ്. മന്ദാകിനി പെണ്ണുങ്ങളുടെ സിനിമയാണ്, അടിപൊളിയാണ്. അതിലെ പെണ്ണ് അത് കണ്ടോ? ഈ ചോദ്യത്തിന് കൃത്യസമയത്തുള്ള ഉത്തരവാണ് മന്ദാകിനി. അത് എനിക്ക് സിനിമ കണ്ടപ്പോൾ ഞാൻ അതിനകത്ത് ഭാഗമായോണ്ട് പറയല്ല. അതിനകത്ത് വിനോദിനെയും അതിന്റെ പ്രൊഡ്യൂസറൊക്കെ ക്രോനാക്സ് നമ്മൾ അംഗീകരിച്ച് വരുന്നുള്ളൂ. അത് പെണ്ണുങ്ങൾ ഷൈൻ ചെയ്ത സിനിമയാണ്, അടിപൊളി പടമാണ്. അല്ലാതെ മറ്റേ ഫെമിനിസം അങ്ങനത്തെ പൊളിറ്റിക്സ് ഒന്നും പറയുന്ന സിനിമയല്ല, ഫണ്ണാണ്. അപ്പൊ അത്തരം സിനിമ ഉണ്ടായി കഴിഞ്ഞു. നമ്മൾ ഈ ചോദ്യം ഇന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ എത്ര സിനിമ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അല്ലാതെ ചിന്തിക്കുമ്പോൾ നിങ്ങളെന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ ഇത് കാണുന്ന ആൾക്കാർ, നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ എപ്പോഴൊക്കെയാണ് തനിച്ച് സിനിമ കാണാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ടർബോ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് വീട്ടിലെ ആൺകുട്ടി പറയായിരിക്കും. ചിലപ്പോൾ അവൻ തന്നെ പോയിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ. എപ്പോഴെങ്കിലും ഒരു പെൺകുട്ടി തനിച്ച് ഒരു ടിക്കറ്റ് എടുത്തൊരു സിനിമ കണ്ടിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, വളരെ കുറവായിരിക്കും. അത് എനിക്ക് പേഴ്സണലി 2015 അങ്ങനെ ഒരു ആദ്യ സിനിമയ്ക്ക് ഇറങ്ങിയപ്പോൾ ചുറ്റുന്നും കേട്ടതും അന്ന് തുടങ്ങി ഒറ്റയ്ക്ക് കാണാൻ തുടങ്ങിയതാ. ആ ഇറക്കത്തിനെടുത്ത ആലോചനയും അതിന് കേട്ടതും എനിക്കിപ്പോഴും അറിയാം. അതെ, അതായത് അത് അത്ര നിസ്സാരമല്ല. അതെ, ഹരിതയെ പോലെ വളരെ നമുക്ക് കുറച്ച് മനുഷ്യരുണ്ടാവും അല്ലേ? അല്ലാതെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സെക്കൻഡ് ഷോയ്ക്ക് കൂട്ടമായിട്ടോ ഇപ്പൊ നമുക്ക് മെട്രോ സിറ്റീസിലൊക്കെ അല്ലാതെ ഒരു പെൺകുട്ടി തനിച്ച് പോകുന്നില്ല. ഇതൊക്കെ അപ്പുറത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ ഒരു കാര്യത്തിൽ എടുക്കാൻ നിർവാഹമില്ലാത്തൊരു സൊസൈറ്റിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സിനിമയ്ക്കകത്ത് സ്ത്രീ പ്രാതിനിധ്യം ഇല്ല. വർക്ക് സ്പേസിലും പ്രാതിനിധ്യം കുറവാണല്ലോ. നമ്മള് അസിസ്റ്റന്റ് ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നത് അല്ലെ? 6, 7 അല്ലെങ്കിൽ 10 താഴെ അംഗങ്ങളുള്ള ഒരു സ്ഥലത്ത് ഒരാളെ ഉണ്ടെങ്കിൽ എന്തോ വലിയ സംഭവമാണെന്ന് തന്നെയാണ് നമ്മൾ രണ്ടുപേരും പറയുന്നത്. അങ്ങനെയല്ല, അത് മാറണം. അത് ഇപ്പൊ ഒരു സിനിമ വർക്ക് ചെയ്യാൻ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ ആക്ടറായിട്ടോ ഒരു പെൺകൊച്ചിന്
ആൺകുട്ടി വരുന്നതിനേക്കാൾ എത്ര കൂടുതൽ എഫോർട്ട് എടുക്കണം. ഞാൻ സിനിമയിലേക്ക് പോവാണെന്ന് പറഞ്ഞാൽ തന്നെ ഒരു പെൺകുട്ടിയുടെ ലൈഫ് എന്തോ പ്രശ്നം. പിന്നെ എന്തൊക്കെ ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ സിനിമയിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും സിനിമ. ഈ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന സിനിമ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് ആവേശം പോലത്തെ സിനിമ അല്ലെങ്കിൽ മഞ്ഞുമൽ പോലത്തെ സിനിമയെ നമുക്ക് ഞാൻ കുറ്റം പറയില്ല. എനിക്ക് ആ സിനിമകൾ രണ്ടും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് പെണ്ണുങ്ങളില്ല, ആവശ്യം വരുന്നില്ല. അത് പെണ്ണുങ്ങൾ മാത്രമുള്ള സിനിമ ഇവിടെ ഉണ്ടോ? ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വിജയിക്കാൻ അല്ല, ഉണ്ടാക്കാൻ പറ്റുന്നില്ലായിരിക്കും. കാരണം ക്രിയേറ്റീവായിട്ട് ഈ ചിന്തിച്ച് ആലോചിക്കേണ്ട സ്ഥലത്തോട്ട് പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റണ്ടേ? വരാൻ ഈ തടസ്സമായി നിൽക്കുന്ന ഈ ബാധ്യതകൾ ഒട്ടേറെയാണല്ലോ. പാട്രിയാർക്കി ഉൾപ്പെടെ, സൊസൈറ്റിയുടെ വ്യവസ്ഥിതി ഉൾപ്പെടെ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. അല്ലെ തന്നെ പെണ്ണുങ്ങൾ മാത്രമുള്ള സിനിമ ഉണ്ടാക്കുന്നതിൽ ആണുങ്ങളൊക്കെ ആയിരിക്കും. വുമൺ റൈറ്റിങ്സ് വരുന്നില്ല, വുമൺ ഫിലിം മേക്കേഴ്സ് ഉണ്ടാവത്തില്ല. അതിന് നമ്മൾ പെണ്ണുങ്ങളെയല്ല കുറ്റം പറയേണ്ടത്, അവരെ ഇങ്ങോട്ട് വിടാത്തതാരാ, അവരെ ആരാ തടയേണ്ടത്? സിനിമ സിനിമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാ സിനിമകളും നമുക്ക് വേണം. എല്ലാ സിനിമകളും നമുക്ക് വേണം. ഇപ്പൊ പെൺപിള്ളേർ സംവിധാനം ചെയ്യുന്ന സിനിമ നമുക്ക് കണക്ട് ആകുന്നുണ്ടല്ലോ സിനിമ ഇവിടെ വർക്കാവുന്നത്. അല്ലാതെ ആണുങ്ങളുടെ പടമായതുകൊണ്ട് ആരും ഓടിക്കുന്നൊന്നുമല്ല. അത് മാറണം. അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് മെല്ലെയൊക്കെ ആയിരിക്കും മാറുക. അതുവരെ സിനിമകൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ മുന്നോട്ടുള്ള സിനിമകളെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കണത്? ഇപ്പം മുമ്പോട്ട് പുറത്തുനിന്നുള്ള സ്ക്രീൻ പ്ലേകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇപ്പൊ ഞാൻ കഥകൾ കേൾക്കുന്ന നിർത്തി. ഞാൻ കാതൽ കഴിഞ്ഞിട്ട് ഇപ്പൊ വരെ കഥകൾ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഇനി ഞാൻ ചെയ്യാനുള്ള സിനിമകളിൽ ഏകദേശം ഒരു തീരുമാനം എടുത്തു. ഇനി അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എഴുത്ത് അങ്ങനത്തെ പരിപാടിയിലൊക്കെ ഒന്നും പറയാറായിട്ടില്ല അടുത്ത സിനിമ ഇങ്ങനെയാണെന്നൊന്നും. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. സ്വകാര്യം സംഭവ ബഹലത്തിനും മുന്നോട്ടും. താങ്ക് യു.